ഫാമിലി, ഹലോ ക്ലാസ് 2. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പൂരം പൊടി പൂരം എന്നുള്ള യൂണിറ്റിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആനക്കൊമ്പൻ എന്നുള്ള നല്ലൊരു അടിപൊളി കവിത അല്ലേ സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടി വീഡിയോ ആയിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കവിതയിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും എന്തിനെ പറ്റിയിട്ടാണ് പഠിച്ചത്? ആനക്കൊമ്പനെ പറ്റിയിട്ട് പഠിച്ചല്ലേ. ആനക്കൊമ്പൻ്റെ പ്രത്യേകതകൾ നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ കവിത എഴുതിയതെന്നുള്ള കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക, ആരാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കവിത നല്ല ഈണത്തിൽ നമ്മൾ പാടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ആ ലൈവ് കാണാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ള ആനക്കൊമ്പൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒന്ന് നോക്കാൻ പോവാണ്. കവിത വായിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ആനക്കൊമ്പനെ പറ്റിയിട്ട് എഴുതാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ തന്നെയുള്ളൊരു ചോദ്യമാണ് എന്ത്? കവിതയിലെ ആനയെക്കുറിച്ച് എഴുതാം എന്നുള്ളത്. അപ്പോൾ കവിത പഠിച്ചപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ആനക്കൊമ്പനുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? കുറേ കാര്യമുണ്ട് അല്ലേ. ആന എന്ന് പറയുമ്പോൾ വലിയൊരു മൃഗമാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ശരീരഭാഗങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാം അല്ലേ. തുമ്പിക്കൈയൊക്കെ ഉണ്ട്, വലിയ കാലുകളാണ് ഉള്ളത്, അതുപോലെ തന്നെ കൊമ്പുകളുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള ആനയെ പറ്റിയിട്ടാണ് നമ്മളോട് എഴുതാനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കിയാലോ കവിതയിലുള്ള ആനക്കൊമ്പനെ പറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം നോക്കിയാലോ. അപ്പോൾ താമസിൻ്റെ കൂടെ തന്നെ വായിക്കാം കേട്ടോ. നോക്കാം. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ടാണ്? ആനയ്ക്ക് നീളമുള്ള വളഞ്ഞ തുമ്പിക്കൈയുണ്ട്. നമ്മൾ കണ്ടു അല്ലേ, നീളത്തിൽ ആ വളഞ്ഞിട്ടുള്ള തുമ്പിക്കൈയാണ് ആനയ്ക്കുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ കവിതയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നീളത്തിൽ തുമ്പത്ത് തുളയുള്ള എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള തുമ്പിക്കൈ ആനക്കുട്ടനെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെയോ, മരച്ചില്ലകൾ കീറാനുള്ള ശക്തി ആനയ്ക്കുണ്ട്. ആന എന്ന് പറയുമ്പോൾ എന്താ, ദുർബലനായിട്ടുള്ള ശക്തിയൊന്നും ഇല്ലാത്ത ഒരു പാവം മൃഗമൊന്നും അല്ല അല്ലെ. പാവമൃഗം എന്ന് പറയുന്നില്ല, എന്നാൽ പോലും ശക്തിയൊന്നുമില്ലാത്ത ഒരു മൃഗമല്ല, ചെറിയൊരു മൃഗമല്ല ആന അല്ലെ. നല്ല ശക്തിയൊക്കെയുള്ള വലിയ ഭാരമുള്ള വലിയ ശരീരമുള്ള ഒരു മൃഗമാണ് ആന എന്ന് പറയുന്നത്. അപ്പോൾ ആനയ്ക്ക് എന്തിനുള്ള ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്? മരച്ചില്ലകൾ കീറി മുറിക്കാനുള്ള അല്ലെങ്കിൽ കീറാനുള്ള ശക്തി ആനയ്ക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അടുത്തതോ, അതിൻ്റെ നല്ല രസത്തിൽ ഇങ്ങനെ 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 ആട്ടി ആട്ടി നിൽക്കുന്നുണ്ടാവും അല്ലേ കാതുകളൊക്കെ. അപ്പം അത് എന്തിനെ പോലെ എന്ന് പറഞ്ഞത്? ചേമ്പില കണ്ടിട്ടില്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ? ഈ ചേമ്പില കാറ്റത്ത് ഇങ്ങനെ ആടുന്നത് കാണാൻ നല്ല രസമാണ് അല്ലേ. ഇതുപോലെ തന്നെ ആനയുടെ കാതുകൾ എന്തുപോലെയാണ്? ചേമ്പില പോലെ, കാറ്റത്താടുന്ന ചേമ്പില പോലെ എന്തുണ്ട്? കാതുകളുണ്ട് അല്ലേ. അപ്പോൾ എന്തെഴുതാം? ചേമ്പില പോലെയുള്ള വലിയ കാതുകൾ ആനയ്ക്കുണ്ട്. കാത് എന്ന് പറഞ്ഞത് എന്താണ്? ചെവീനെ പറയുന്നതാണല്ലേ. വലിയ കാതുകളാണ്, ചേമ്പില പോലെയാണ് അത് കാണാനായിട്ട്. ഇനിയോ, കരിങ്കല്ല് പോലെയുള്ള 4 കാലുകൾ ആനയ്ക്കുണ്ട്. ആനയുടെ കാലുകൾ എങ്ങനെയാണ്? ദുർബലനല്ലെന്ന് പറഞ്ഞു അല്ലേ. ശക്തിയുള്ള കാലുകളാണുള്ളത്. അതും എന്തുപോലെയുള്ള കാലുകളാണ്? കരിങ്കല്ല് പോലെ, വലിയ ഭാരമുള്ള, ശക്തിയുള്ള, കാഠിന്യമുള്ള അല്ലേ. അങ്ങനെയൊക്കെ പറയാം നമുക്ക്. അത്രത്തോളം ശക്തിയുള്ള മൃഗമാണ് ആന. അതിൻ്റെ കാലുകൾ എന്തുപോലെയാണ്? കരിങ്കല്ല് പോലെ അത്രത്തോളം ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. ഇനിയോ, ആനയുടെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കി എൻ്റെ കുഞ്ഞുങ്ങൾ. വലിയ മൃഗമാണെന്ന് പറഞ്ഞു, വലിയ ശക്തിയുണ്ട് അല്ലെ, വളരെയധികം ശക്തിയുണ്ടെന്ന് പറഞ്ഞു, കരിങ്കല്ല് പോലത്തെ കാലുകളാണെന്ന് പറഞ്ഞു. പക്ഷേ ആ കാലുകൾ എന്ത് ചെയ്തേക്കുവാണ്? ചങ്ങല കൊണ്ട് ബന്ധിച്ചു വെച്ചേക്കുവാണ്. ഓക്കെ, യെസ്. അപ്പോൾ അത് പറയാനുള്ള കാരണം എന്താണ്? കവിതയിൽ പറയുന്നത് കുറുമ്പ് കൂടുതലാണ് എന്നാണ് പറയുന്നത് അല്ലേ. ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ കുറുമ്പ് എന്ന് പറയുമ്പോൾ എന്താ, പൂരത്തിനൊക്കെ ഇങ്ങനെ എഴുന്നള്ളിക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടാവുന്നുണ്ടാവില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേറെ നാശനഷ്ടങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടി മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു? അവൻ്റെ കാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു. ശരിക്കും കാട്ടിലുള്ള മൃഗമായിട്ടുള്ള ആനയ്ക്ക് അങ്ങനെ ചങ്ങലകളൊന്നും കാണാൻ പറ്റില്ല. നാട്ടിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിലുള്ള ആനകൾക്കാണ് കാലിൽ ചങ്ങലകൾ കാണാൻ പറ്റുക അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കവിതയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെഴുതുന്നു? ആന എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനയെ പറ്റി പറയുന്ന കേട്ടോ. നാട്ടിലുള്ള ആനയ്ക്കാണ് ചങ്ങലയുള്ളത്, കാട്ടിലുള്ള ആനയ്ക്ക് ചങ്ങലയില്ല.
ഇനിയോ ആനയെ കാണാൻ നല്ല ചന്തമാണ് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാരൊക്കെ പൂരത്തിനും ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ ഇങ്ങനെ കണ്ണെറിയാന്ന് പറയുന്നത് നോക്കുന്നത്, ശരിയല്ലേ? അതിനെ കാണാനായിട്ട് നല്ല ചന്തമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആനക്കുട്ടനെ കുറിച്ച് ആനക്കൊമ്പനെ കുറിച്ച് നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട്. ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കവിതയിലുള്ള ആനയെ പറ്റി വിവരണം എഴുതാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസം മിസ്സിനുണ്ട്. അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. നമ്മൾ ഈ കവിത പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് മിസ് വേഗം തന്നെ ലൈവിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കാണുക. അതിന് വേണ്ടിയിട്ട് അതൊന്നും മിസ് ഔട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.